0. Dear friends, we are celebrating World Mental Health Day, Mental Health Day and Mental Health Month this year in April. World Health Day was on April 7th, and April is dedicated to World Mental Health Month. It is celebrated by the World Health Organization, United Nations, and also by the World Federation for Mental Health. I am Dr. Roy Talivel. I am the Asia Pacific Vice President of the World Federation for Mental Health. And this year the theme is My Health is My Right. And I have 4 young people here. So, നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഹെൽത്ത്, ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് മാനസികാരോഗ്യം ഉൾപ്പെടുന്നുണ്ടോ? അത് പൊതുവെ ആൾക്കാർ വിചാരം ഇത് മാനസിക ആരോഗ്യമാണ്. പക്ഷേ WHO തന്നെ പറഞ്ഞിട്ടുണ്ട് there is no health without mental health. മാനസികാരോഗ്യം ഇല്ലാതെ ആരോഗ്യമില്ല. അപ്പോൾ നമുക്കത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങൾ വളരെ കുറച്ച് മുതൽ മുടക്ക് മാത്രമേ ആരോഗ്യ രംഗത്ത് 2% താഴെയൊക്കെ ഉള്ളൂ. അത് മാറണം. അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഒക്കെ വളരെ they should make mental health and health a priority, and then only we can help people with mental health problems. In fact, WHO has a what is known as a global burden of disease, and they, according to them, 13% of the global burden of disease is caused by mental health problems. So we have to invest in mental health. Unfortunately, it is very poor. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് 1.4 ബില്യൺ 140 കോടി ജനങ്ങളെ ചികിത്സിക്കാനാകെ 7,000 സൈക്കാട്രിസ്റ്റേ ഉള്ളൂ. സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർമാരൊന്നും അതിലും കുറവാണ്. അപ്പോൾ നമുക്ക് ഈ രംഗത്ത് ധാരാളം മുതൽ മുടക്കണം. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരൊക്കെ അതിനകത്ത് വളരെയധികം ശ്രമിക്കണം. ശ്വേത, നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റിഗ്മ എങ്ങനെയാണ് ഹൗ ക്യാൻ വി ഫൈറ്റ് സ്റ്റിഗ്മ? അവയർനെസ് കൊടുക്കണം. അതുപോലെ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ട്രീറ്റ് ചെയ്യാവുന്ന ഒന്നല്ല ടോട്ടലി. ഒരു ക്ലിനിക്കിൽ പോയി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് വേണം എന്നുള്ള കാര്യം അവർക്ക് അവയർനെസ് കൊടുക്കണം. ഓക്കെ, നമുക്ക് ദിയ ഉണ്ട്, ദിയ ജോസ്. ദിയയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് മാനസികാരോഗ്യ മുൻഗണന? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ആൾക്കാർക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ സ്റ്റിഗ്മ മാറ്റാനുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുക. മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുക. നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണേ. മാനസികാരോഗ്യ രംഗത്ത് 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട: 1, അഫോർഡബിലിറ്റി, ആക്സസിബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി. നമുക്കിത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാനസികാരോഗ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ മാനസികാരോഗ്യ സർവീസസ് ഉണ്ടായിരിക്കണം. പിന്നെ അഫോർഡബിലിറ്റി, അത് ഉണ്ടായാൽ മാത്രം പോരാ, അത് സാധാരണ അത് ആ സൗകര്യം, ആ ചികിത്സ എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവണം. അല്ലാതെ സർക്കാർ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. പിന്നെ ആക്സസിബിലിറ്റി, ഇത് എവിടെയെങ്കിലും ഉണ്ടായാൽ പോരാ, പട്ടണങ്ങളിലുണ്ടായാൽ പോരാ, ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് വരണം. എന്താണ് എൻ്റെ ഇവിടെ നമ്മുടെ ജയലക്ഷ്മി എങ്ങനെയാണ് ഹൗ ക്യാൻ യു മേക്ക് ഇറ്റ് മോർ അഫോർഡബിൾ, അവൈലബിൾ ആൻഡ് ആക്സസിബിൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ്? ഓക്കെ, നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. അത് കുറച്ചുകൂടെ കൂടിയ ലെവലിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടും ആക്സസിബിൾ ആയിട്ടും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടും എന്ന രീതിയിൽ സാധാരണക്കാർക്ക് വരെ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിവിടെ ആര്യയുണ്ട്. ആര്യ ഇവിടെ ട്രെയിനിങ് ഇടയ്ക്ക് ആര്യയുടെ എന്താണ്, നമുക്ക് എങ്ങനെയാണ് മാനസികാരോഗ്യ രംഗത്ത് ഹൗ ക്യാൻ യു പോപ്പുലറൈസ് മെന്റൽ ഹെൽത്ത്? എങ്ങനെയാണ് ഞങ്ങളെ അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കും? ഈ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ടൊരു അവയർനെസ് സാധാരണക്കാരായിട്ടുള്ള, അതായത് ഒത്തിരി വിദ്യാഭ്യാസം ഇല്ലാത്തവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. ഏത് ആൾക്കാർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അത് അവരിൽ ചെന്ന് അതിനെ അഡ്രസ്സ് ചെയ്താൽ കുറച്ചും കൂടെ ഈ പറയുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെയും തടയാനായിട്ട് സാധിക്കും. താങ്ക് യു വെരി മച്ച്. This is a program by the World Federation of Mental Health Asia Pacific to promote the World Health Day theme, that is My Health, My Right. നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അതിന് ഒത്തുചേരാൻ ഇവിടെ നിങ്ങളുടെ എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ.